നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിനിമാ സീരിയൽ നടി പ്രവീണയുടെയും മകളുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച് സൈബർ ഇടത്തിൽ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്ന തമിഴ്നാട് സ്വദേശിയായ പ്രതി ഡൽഹിയിൽ പിടിയിലായി. ഡൽഹിയിലെ സ്ഥിരതാമസമാക്കിയ തമിഴ്നാട് സ്വദേശിയായ ഭാഗ്യരാജാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് പ്രതിയെ ഡൽഹിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ഈ പ്രതി വീണ്ടും പുറത്തു ചാടുകയും ഇയാളെ വീണ്ടും പിടികൂടുകയുമാണ് ചെയ്തത്. നടി പ്രവീണയുടെ പരാതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലാണ് അതിവേഗം പ്രതിയെ കുരുക്കാൻ ഇടയാക്കിയത്. നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ നരേന്ദ്രമോദിയോട് പ്രവീണ താനും കുടുംബവും നേരിടുന്ന സൈബറിടത്തിലെ വേട്ടയാടലുകളെക്കുറിച്ച് പരാതി പറഞ്ഞു. സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെയാണ് പ്രവീണ പ്രധാനമന്ത്രി വിവരം ധരിപ്പിച്ചത്. പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് ഭാഗ്യരാജിനെ മുമ്പും അറസ്റ്റ് ചെയ്തിരുന്നു. 2021 നവംബറിലാണ് ഇതിനു മുൻപ് ഡൽഹി സാഗർപുരിയിൽ നിന്നും ഭാഗ്യരാജ് എന്ന 24 വയസ്സുകാരൻ അറസ്റ്റിലാകുന്നത്. നടി പ്രവീണയുടെ പേരിൽ വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി അതുവഴിയാണ് ഇയാൾ പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. അറസ്റ്റിലായെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിടുകയായിരുന്നു. ജാമ്യത്തിൽ പോയ ശേഷവും ഇയാൾ കുറ്റകൃത്യം തുടരുകയാണ് എന്നും തന്റെ മകളുടേതടക്കമുള്ള ഫോട്ടോകൾ അശ്ലീലമായി ഇയാൾ പ്രചരിപ്പിക്കുന്നുവെന്നുമാണ് കഴിഞ്ഞ മാസം നടി പ്രവീണ വെളിപ്പെടുത്തിയിരുന്നത്. ഇതിനു പിന്നാലെയാണ് സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ ഇപ്പോൾ വീണ്ടും പിടികൂടിയത്. കഴിഞ്ഞ 6 വർഷമായി സൈബർ ഇടത്തിൽ വേട്ടയാടപ്പെടുകയാണെന്നും തന്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച പ്രതിയെ ഒരു തവണ പിടികൂടി ജാമ്യത്തിൽ വിട്ടയച്ചുവെന്നും കുറ്റകൃത്യം ഇപ്പോഴും തുടരുകയാണ് എന്നും പ്രവീണ പ്രതികരിക്കുകയായിരുന്നു. എന്റെയും എന്റെ വീട്ടുകാരുടെയും മോർഫ് ചെയ്ത ഫോട്ടോകൾ എന്റെ തലയും വികൃതമായ രൂപമാക്കി മാറ്റി പറയാൻ പോലും അറയ്ക്കും തരത്തിലേക്ക് മാറ്റുകയും അത് ഇൻസ്റ്റഗ്രാമിലടക്കം പ്രചരിപ്പിക്കുകയും ചെയ്തു. അവനത് കണ്ട് ആസ്വദിക്കുന്നത് മാത്രമല്ല പ്രചരിപ്പിക്കുക കൂടിയാണ് എന്നാണ് പ്രവീണ അന്ന് വെളിപ്പെടുത്തിയത്. കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷയുടെ കാഠിന്യം കൂടുമെന്നും എന്നിട്ടും തനിക്ക് മാത്രം എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ല എന്നുമാണ് പ്രവീണയുടെ ചോദ്യം. സൈബർ സെല്ലിൽ ഞാൻ ഒരുപാട് തവണ കയറി ഇറങ്ങിയിട്ടും കഴിഞ്ഞ 6 വർഷമായി ഇയാൾ കുറ്റകൃത്യം തുടരുകയാണെന്നും പ്രവീണ ആരോപിച്ചിരുന്നു. തന്റെ മകളുടേതടക്കമുള്ള ഫോട്ടോകൾ അശ്ലീലമായി പ്രചരിപ്പിക്കുന്നുണ്ടെന്നും നടി വെളിപ്പെടുത്തി. തമിഴ്നാട് സ്വദേശിയായ ഭാഗ്യരാജാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിലെന്ന് നേരത്തെയും കണ്ടെത്തിയിരുന്നു. പ്രവീണയുടെ ചിത്രം മാത്രമല്ല മകളുടെയും മറ്റു കുടുംബാംഗങ്ങളുടെ ചിത്രം ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മകളുടെ ഇൻസ്റ്റയിൽ കയറി ഫോട്ടോസ് എടുക്കുക, അവരുടെ ഫ്രണ്ട്സിനെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ടാഗ് ചെയ്യുക, അധ്യാപകരെ വെച്ച് മോശമായ രീതിയിൽ കുറിപ്പെഴുതുക തുടങ്ങിയ പ്രവൃത്തിയും ഇയാൾ ചെയ്യുന്നുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയുടെ ഇടപെടലും പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിളിക്കുകയും ചെയ്തതോടുകൂടി ഇയാളെ വീണ്ടും പിടിച്ചിരിക്കുകയാണെന്നാണ് വ്യക്തമാകുന്നത്.